ലുക്കീമിയ എന്ന് പറയുന്ന അസുഖമാണ് കുഞ്ഞിനുണ്ടായിരിക്കുന്നത്. അത് 13 വയസ്സുള്ള പിള്ളേർക്കൊന്നും അത് വരുന്നതല്ല. നിങ്ങൾ എത്രയും പിടിയുന്ന ഇവിടെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. എനിക്കാണെങ്കിൽ എൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതുപോലെ ഞാൻ അവളെ സ്നേഹിച്ച്, എനിക്ക് ക്യാൻസർ എന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ ചങ്ക് തകർന്നു പോയി. ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ ഭർത്താവിനും എന്ത് ചെയ്യണമെന്ന് എന്നെ അറിയാതായിപ്പോയി. ഇവിടെ സാക്ഷിയാകാൻ എനിക്ക് സാധിച്ചതിൽ ഞാൻ തിരുകുമാരനോടും മാതാവിനോടും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ സാക്ഷി പറയുന്നത്. കുഞ്ഞിന് ക്യാൻസർ ആയിരുന്നു. എനിക്കൊരു മോളാണുള്ളത്. കല്യാണം കഴിഞ്ഞ് 3 വർഷത്തിന് ശേഷം ഉള്ള ആളാണ്. 2023 ജൂലൈയിലാണ് ഞങ്ങൾ അറിയുന്നത്. മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് കുഞ്ഞിന് ക്യാൻസർ ആണെന്നുള്ള വിവരം അറിയുന്നത്. ഞങ്ങൾക്കത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ പോയി ബയോപ്സി ചെയ്തു. കണ്ണിനായിരുന്നു കുഞ്ഞിന് പ്രശ്നം. ഇവർ ബയോപ്സി ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് തരാൻ താമസിച്ചു. ഞങ്ങളെന്നും കുഞ്ഞിനെ കൊണ്ട് എല്ലാ ബുധനാഴ്ചയും ഞങ്ങൾ ആശുപത്രി ചെന്നിട്ട് അവർ പറയും ബയോപ്സിയുടെ റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയും. ഞങ്ങൾ എന്നിട്ട് കുഞ്ഞിനെയും കൊണ്ട് തിരിച്ചു പോരും. അപ്പോഴും കുഞ്ഞിൻ്റെ വലത് കണ്ണിനായിരുന്നു രോഗം കൂടുതൽ. കണ്ണിൻ്റെ കൃഷ്ണമണി വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ്റെ ഒരു ബന്ധു ഡോക്ടറായിരുന്നു. പുള്ളിയെ കൊണ്ട് കാണിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, നമുക്കിനി മെഡിക്കൽ കോളേജിൽ നിൽക്കണ്ട, നമുക്ക് നേരെ RCCക്ക് ഞാൻ എഴുതി തരാം, നിങ്ങൾ അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ നേരെ RCCക്ക് പോയി. RCC ചെന്നപ്പോഴത്തേക്കിന് ഡോക്ടർമാർ പറഞ്ഞു കുഞ്ഞിന് വലിയവർക്ക് വരുന്ന ഒരു അസുഖമാണ് ലുക്കീമിയ എന്ന് പറയുന്ന അസുഖമാണ് കുഞ്ഞിനുണ്ടായിരിക്കുന്നത്. അത് 13 വയസ്സുള്ള പിള്ളേർക്കൊന്നും അത് വരുന്നതല്ല. നിങ്ങൾ എത്രയും പിടിയുന്ന ഇവിടെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. എനിക്കാണെങ്കിൽ എൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതുപോലെ ഞാൻ അവളെ സ്നേഹിച്ച്, എനിക്ക് ക്യാൻസർ എന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ ചങ്ക് തകർന്നു പോയി. ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ ഭർത്താവിനും എന്ത് ചെയ്യണമെന്ന് എന്നെ അറിയാതായിപ്പോയി. അന്നേരം ഞങ്ങൾ ജൂലൈ മാസത്തിൽ ഞങ്ങൾ അവിടെ അഡ്മിറ്റ് ആവുകയായിരുന്നു. അഡ്മിറ്റ് ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങളിവിടെ ഒരു വർഷത്തോളം നിങ്ങളിവിടെ അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങളെ എന്നെയും കുഞ്ഞിനെ അകത്തോട്ട് കയറ്റി വിട്ടു. ഭർത്താവ് വെളിയിൽ നിന്നു. ആ പോക്ക് ഒരു മാസത്തോളം ഞങ്ങൾ അവിടെ ആശുപത്രിക്കകത്തായിരുന്നു. ഭർത്താവ് വെളിയിലും. ഓരോ കുഞ്ഞുങ്ങളുടെ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് എൻ്റെ ഹൃദയം പൊട്ടിപ്പോകുന്നു. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഏത് ദൈവത്തിനെ വിളിക്കണമെന്ന് എനിക്കറിയാതായിപ്പോയി. അങ്ങനെ ഞാൻ ഒരുപാട് കരഞ്ഞ് എൻ്റെ കുഞ്ഞിനെ ബോൺമാരെ ചെയ്തുകൊണ്ട് വരുമ്പോഴത്തേക്കിന് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. സ്ട്രെച്ചറെ കൊണ്ട് കിടത്തിക്കൊണ്ട് വന്നപ്പോഴത്തേക്കിന് എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വിഷമമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞപ്പോൾ എൻ്റെ അടുത്തുള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാർ പറഞ്ഞു, വിഷമിക്കണ്ട, സാരമില്ല, നമുക്ക് കലവൂർ ഒരു കൃപാസനമുണ്ട്, അവിടെ ചെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ അസുഖം മാറിവെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ ചേട്ടത്തിയാരെ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ ചേട്ടത്തിയാർ പറഞ്ഞു, നീ മാതാവിനെ ഓർത്ത് നിൻ്റെ മടിയിൽ കുഞ്ഞിനെ കിടത്തിയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെയും ചെയ്തു. അപ്പോൾ ഡോക്ടർമാർ വന്ന് പറഞ്ഞു, കുഞ്ഞിനെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുന്നിടത്തോളം നമുക്ക് രക്ഷപ്പെടുത്താൻ നോക്കാം എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന രജിതയെന്ന് പറഞ്ഞൊരു ചേച്ചി പറഞ്ഞു, അനു നമുക്കെല്ലാവർക്കും കൂടെ കൃപാസനത്തിൽ പോകാം. ഞാൻ പറഞ്ഞു, ശരി ചേച്ചി, കുഞ്ഞിൻ്റെ രോഗം മാറാൻ വേണ്ടി ഞങ്ങൾ എവിടെ വേണേലും പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 5 കൂട്ടരായിരുന്നു ആ വീടിൻ്റെ അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ ചേട്ടന്മാരെല്ലാം കൂടെ 5 പേരും കൂടി ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം നേരത്തെ കീമോയും റേഡിയേഷനും ഒക്കെ എടുത്തപ്പോഴും കുഞ്ഞിന് മരുന്നിനോട് പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഈ ഉടമ്പടി എടുത്ത് വന്നതിന് ശേഷം കുഞ്ഞിന് അതിനോട് പ്രതിഫലിച്ചു. കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. നല്ല രീതിയിൽ കുഞ്ഞിന് മരുന്നിനോട് പ്രതികരിക്കാൻ പറ്റി.
കുറേ ഒരു 9 മാസത്തോളം ഞങ്ങൾ RCCയിൽ താമസിച്ചു. പിന്നെ എൻ്റെ മാതാവ് ഒരിക്കലും ഞങ്ങളെ കൈവിടില്ല എന്നുള്ളൊരു ഒത്തിരി അനുഭവങ്ങൾ മാതാവ് ഞങ്ങൾക്ക് കാണിച്ചു വന്നു. ഉടമ്പടി വസ്തുക്കൾ കുഞ്ഞിന് കൊടുത്തു. കുഞ്ഞിൻ്റെ നെറ്റിയിലും ഒക്കെ ഞാൻ കുരിശ് വരച്ചു കൊടുക്കും. കണ്ണിൻ്റെ അവിടെ ഞാൻ കുരിശ് വരച്ച് കൊടുക്കുമായിരുന്നു. തൈലം എല്ലാം തേച്ചു, ഉപ്പും എല്ലാം കൊടുത്തിരുന്നു. ഒരു ദിവസം അവൾ എന്നോട് പറഞ്ഞു, മാതാവിനെ അമ്മേ ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. ഞാൻ എപ്പോൾ മോനെ കണ്ടേന്ന് ചോദിച്ചവൻ പറഞ്ഞു, അമ്മേ ഈ വയ്യാത്ത കണ്ണിൻ്റെ അവിടെ വന്നു അമ്മ എന്നെ തലോടി. ഒരു വെള്ള വസ്ത്രം ധരിച്ച് ഒരു സുന്ദരിയായ ഒരു അമ്മ വന്ന് എൻ്റെ കണ്ണിൻ്റെ അവിടെ വന്ന് നിൽക്കുന്നു എന്ന് അമ്മയെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ നമുക്ക് മാതാവിനെ മുറുക്കെ പിടിക്കാം, മാതാവ് നമ്മളെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു. അതിനുശേഷം ഒരുപാട് പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ കുഞ്ഞിനെ കൈവിടരുത്, എനിക്ക് ആരുമില്ല, വേറൊരു കുഞ്ഞുങ്ങൾ എനിക്കില്ല. എന്താണെന്ന് ചോദിച്ചാൽ കല്യാണം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞുള്ളതാണ് എൻ്റെ കുഞ്ഞിന് ഒരാപത്തും വരുത്തരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ അവൾ കാണാതെ ഒരുപാട് ബാത്റൂമുകളിലെല്ലാം കയറി കരഞ്ഞ് വിഴിഞ്ഞ് നടക്കും. എനിക്കൊരു മെൻ്റൽ വരുന്ന പോലുള്ള അവസ്ഥയായിരുന്നു എനിക്ക്. അതെല്ലാം മാതാവ് എനിക്ക് മാറ്റി തന്നു. ഇപ്പം കുഞ്ഞിന് മെഡിസിനൊന്നുമില്ല. MRI എടുത്തപ്പോഴത്തേക്കിനും അതിൻ്റെ അകത്ത് ഒരു കുഴപ്പങ്ങളും കാണുന്നില്ല. ഇപ്പം ചെക്കപ്പ് മാത്രമേ ഉള്ളൂ. വർഷത്തിൽ 2 മാസം കൂടുമ്പം കുഞ്ഞിനെ കാണിച്ചാൽ മതി, വേറൊരു കുഴപ്പവും അവൾക്കില്ല. ദൈവം മാതാവ് ഒരുപാട് എന്നെ ഞങ്ങളെ സഹായിച്ചു. ഒരുപാട് എൻ്റെ മാതാവിന് ഒരുപാട് നന്ദി. എനിക്കിതുവേ പറയാനുള്ളൂ. ഒരുപാട് നന്ദി.